കൊച്ചിനെ വെച്ച് പൈസ ഉണ്ടാക്കുകയാണോ എന്നുള്ള ചോദ്യം വളരെ പ്രൈവറ്റ് ആയിട്ട് എനിക്ക് പലയിടങ്ങളിൽ നിന്നും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അമ്മയായതിനു ശേഷം ജീവിതം എങ്ങനെ മാറിയെന്നുള്ളതായിരുന്നു. ഈ പറയുന്ന കുഞ്ഞാളാണ് ഇപ്പൊ ജീവിതം എന്ന് പറയുന്നത്. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ആക്ച്വലി കഴിഞ്ഞ വീഡിയോ ഒരു 10-14 ദിവസം മുൻപ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി മുതൽ ഞാൻ എൻ്റെ ചറവറ വീഡിയോസ് ആയിട്ട് വരും, എല്ലാ ദിവസവും വ്ളോഗ് ആയിരിക്കും, മറ്റേ വാവയുടെ വ്ളോഗ്, എൻ്റെ വ്ളോഗ്, പിന്നെ ഞങ്ങൾ ഒരുമിച്ചുള്ള വ്ളോഗ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സത്യം പറയാമല്ലോ, എനിക്കൊന്ന് ഉറങ്ങാൻ പോലും ഇവിടെ സമയമില്ല. അതുകൊണ്ട് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും ഞാനിങ്ങനെ എൻ്റെ ക്യാമറമാനോട് കൂടെ ഉള്ളവരോടൊക്കെ പറയും, ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരരുത്, നമുക്ക് അടുത്ത ദിവസം വീഡിയോ എടുക്കാമെന്ന്. ഞാൻ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല ഗൈസ്. എനിവേ, ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള വീഡിയോകളിൽ ഒരുപാട് കമൻറ്റുകൾ കണ്ടിരുന്നു, ഒരുപാട് ചോദ്യങ്ങൾ കണ്ടിരുന്നു. എന്തൊക്കെയാ ചോദ്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ആ ചോദ്യങ്ങൾ. അപ്പോൾ ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകാം. എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ, ഒരമ്മ ആയതിനു ശേഷമുള്ള എൻ്റെ ജീവിതം അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നറിഞ്ഞതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ച കുറച്ച് കാര്യങ്ങൾക്ക് ഉത്തരം പറയാം. അപ്പം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയത് മാത്രമല്ല എൻ്റെ ജീവിതം മറിയുകയും ചെയ്തതുകൊണ്ട് അമ്മയായതിനു ശേഷം ജീവിതം എങ്ങനെ മാറിയെന്നുള്ളതായിരുന്നു. ഈ പറയുന്ന കുഞ്ഞാളാണ് ഇപ്പം ജീവിതം എന്ന് പറയുന്നത്. ഇയാള് ഇപ്പോൾ ഉറക്കം എഴുന്നേറ്റത് കൊണ്ട് ഇപ്പോൾ വീഡിയോ നിർത്തേണ്ട അവസ്ഥയാണ്. പക്ഷെ ഇന്നിപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് തൽക്കാലത്തേക്ക് ഒക്കെ എന്നോട് കോപ്പറേറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. ഏതായാലും ജീവിതം മറിഞ്ഞ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ ഇഷ്ടങ്ങൾ, അങ്ങനെയൊക്കെ ജീവിച്ച ഒരാളായിരുന്നു ഞാൻ. ഞാൻ റെസ്ട്രിക്ഷൻസ് കൽപ്പിച്ചിട്ടുള്ള ആളല്ല. എനിക്ക് ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പുറത്ത് പോകാനും, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു രാത്രി ഒന്ന് ഡ്രൈവിന് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഡ്രൈവിന് പോകാനും, അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ സ്വാതന്ത്ര്യങ്ങൾക്ക് താല്പര്യം കൊടുത്തിരുന്ന ആളാണ്, മുൻതൂക്കം കൊടുത്തിരുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ അതൊന്നും നടപടിയാവുന്നില്ല. ഇപ്പോൾ വാവ ഉണ്ടായിട്ട് 22 ദിവസമായി. കഴിഞ്ഞ 22 ദിവസമായിട്ട് ഈ ആളുടെ ഇഷ്ടങ്ങൾക്ക് മാത്രമേ ഞാൻ മുൻതൂക്കം കൊടുക്കാറുള്ളൂ. എനിക്ക് തോന്നുന്ന എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. നമ്മൾ എത്ര നമ്മളിൽ ഫോക്കസ്ഡ് ആണ്, നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞാലും ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ എല്ലാ അമ്മമാരുടെയും അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളുടെയും മൈൻഡ് സെറ്റ് മാറും. പിന്നെ ഈ ആൾ കരയാതിരിക്കാനും, ഈ ആളെ മാക്സിമം ഫുഡ് കൊടുത്ത് മാക്സിമം ഹാപ്പി ആക്കി ഇരുത്താനും, ഇതൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രയോറിറ്റീസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെ എൻ്റെ ജീവിതവും മാറിയിട്ടുണ്ട്. പക്ഷെ ഞാനതിൽ വളരെ ഹാപ്പിയാണ്. ഓക്കെ, കൊച്ചിനെ വെച്ച് പൈസ ഉണ്ടാക്കുകയാണോ എന്നുള്ള ചോദ്യം വളരെ പ്രൈവറ്റ് ആയിട്ട് എനിക്ക് പലയിടങ്ങളിൽ നിന്നും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, കൊച്ചിനെ വെച്ചുണ്ടാക്കുന്ന പൈസ എന്ന് പറയുന്നത് കൊച്ചിനും കൂടെ വേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ളതല്ലേ, അല്ലാതെ അത് ഞങ്ങൾ മാത്രം ഉപയോഗിക്കാം, കൊച്ചിൻ്റെ അച്ഛനും അമ്മയും മാത്രം ഉപയോഗിക്കാം, കൊച്ചിനൊന്നും കൊടുക്കില്ല എന്നുള്ളതല്ലല്ലോ. നമ്മളെ ഒരുമിച്ച് ചെയ്യുന്ന ഒരു കണ്ടന്റ്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നു. മോർ ഓവർ, കൊച്ചിനെ വെച്ച് പൈസ ഉണ്ടാക്കുകയാണോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്, ഇപ്പം നിങ്ങളൊരു ജോലി ചെയ്യുന്നു, ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം നിങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, അങ്ങനെയല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഞാൻ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് വീഡിയോ പ്രൊഡക്ഷനാണ്. അപ്പോൾ അതിൽ പുതുമ കൊണ്ടുവരാനും, അല്ലെങ്കിൽ അതിൽ എൻ്റെ ജീവിതത്തിൽ വരുന്ന പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനുമാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പുതിയ ജീവിതത്തിലേക്ക് വന്ന പുതിയൊരു കാര്യം, ഇനി എല്ലാ കാലത്തും ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നതാണ് കുഞ്ഞ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ആളെയും കൂടെ വീഡിയോയിലേക്ക് കൊണ്ടുവരുന്നതും, ആ ആളുടെ ജീവിതത്തിലെ മാറ്റങ്ങളും, ആ ജീവിതത്തിലെ ഓരോ മൈൽ സ്റ്റോണുകളും നിങ്ങളെ കാണിക്കുന്നതിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കോടിക്കണക്കിന് രൂപയൊന്നും അല്ല യൂട്യൂബ് തരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ലിമിറ്റഡ് ആണ്. അതുപോലെ കുട്ടി എന്ന് പറയുന്നത്, ഞാൻ 24 മണിക്കൂറും കുട്ടിയെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുമൊന്നുമില്ല. ചില ദിവസങ്ങളിൽ മോളും വളരെ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് അവനെ ഒന്ന് വീഡിയോയുടെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതല്ലാതെ ഫുൾ ടൈം അതെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ലൈവായിട്ട് എടുത്ത വീഡിയോ പബ്ലിഷ് ചെയ്യാനൊന്നുമല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ അതിഭീകര വരുമാനം അതിൽ നിന്ന് ഉണ്ടാക്കുന്നില്ല. ഇനി ഉണ്ടാക്കുന്ന വരുമാനം കുട്ടിക്കും കൂടെ ചെലവാക്കാനുള്ളതാണ്. അതിനപ്പുറത്തേക്ക് വീഡിയോ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ജോലിയിൽ ഇതൊക്കെ വരുന്ന കാര്യങ്ങളുമാണ്. അപ്പം അതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഉത്തരം പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കിയില്ല എന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഭയങ്കര സെൽഫിഷ് മോട്ടീവോടുകൂടി മാത്രം ചെയ്യുന്ന കാര്യമല്ല, ഒരു സന്തോഷം കൂടെ കണ്ടെത്തി ചെയ്യുന്ന കാര്യമാണത്. ഡെലിവറി വ്ളോഗ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഫേസ്ബുക്കിൽ പ്രത്യേകിച്ച് ഏറ്റവും അധികം കണ്ട കമൻ്റ് ആയിരുന്നു, പ്രസവ വീഡിയോ ഇനി ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കും, ട്രെൻഡ് പിടിച്ച് ചെയ്തതാണല്ലോ അല്ലേ, ഇനിയിപ്പോൾ വീണയും കൂടെ ഉണ്ടായിരുന്നല്ലോ അതുമായി എന്നുള്ളത്.
ഇതൊരു ട്രെൻഡ് ആക്കണമെന്നൊന്നും വിചാരിച്ചല്ല ഒരാളും ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ഞാനെന്നല്ല, എനിക്ക് മുൻപ് ചെയ്തിട്ടുള്ള വളരെ എന്താ പറയുക, വളരെ ട്രെൻഡിങ് ആയി മാറിയ വീഡിയോസ് ആണെങ്കിൽ പോലും ഇവരാരും ഇത് ട്രെൻഡ് ആക്കണമെന്നൊന്നും വിചാരിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തുള്ള നമ്മുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് ആ പ്രോസസ്സിലൂടെ കടന്നു പോയവർക്ക് മാത്രമേ അറിയുള്ളൂ. ഈ കമൻ്റ് ഇടുന്നവർക്ക് എത്ര പേർക്ക് അത് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ആ സമയത്ത് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ എന്താ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു കാര്യം, ഇനി ഒരു പക്ഷേ ഞാനിങ്ങനെ ഒരു പ്രഗ്നൻസി ജേർണിയിലൂടെ കടന്നു പോകുമോ എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്കൊരു ഉറപ്പുമില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കാം. അപ്പം ഈ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് ഞാനടക്കമുള്ള ഒരുപാട് പേർക്ക് പ്രസവം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു നൈറ്റ് മെയർ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എനിക്ക് മെസ്സേജ് അയച്ച ഒരുപാട് പെൺകുട്ടികളുണ്ട്, ചേച്ചി ഇപ്പോൾ ഞാൻ 6ാമത്തെ മാസമാണ്, 8ാമത്തെ മാസമാണ്, ഭയങ്കര പേടിയാണ്, ഇത് കണ്ടപ്പോഴത്തേക്കും ചേച്ചി എത്ര ചിരിച്ചുകൊണ്ടാണ് ഡെലിവറി റൂമിലേക്ക് പോയത് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ കുറച്ച് പേർക്കെങ്കിലും ആ ഒരു ടെൻഷൻ ഒഴിവാക്കി ഇതിനെ ഇങ്ങനെയും നേരിടാം. പ്രസവം എന്ന് പറയുന്നത് ഇത്രമാത്രം പേടിച്ച് വിറച്ച് കരഞ്ഞ് പോകേണ്ടതില്ല. കാരണം ഒരു സൂചി കണ്ടാൽ കരയുന്ന എനിക്ക് ഇത്രയും ചിരിച്ചുകൊണ്ട് ഡെലിവറി റൂമിലേക്ക് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലേബർ റൂമിലേക്ക് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആർക്കും പറ്റും എന്നുള്ള ആ ഒരു റിയാലിറ്റീനെ ഒന്ന് മുന്നിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിച്ചത്. അത് ട്രെൻഡ് ആക്കണമെന്നോ അല്ലെങ്കിൽ അത് യൂട്യൂബിലിട്ട് കുറേ പൈസ ഉണ്ടാക്കണമെന്നോ അങ്ങനെ ഒന്നും വിചാരിച്ചല്ല. ഇത് യൂട്യൂബ് എന്ന് പറയുന്ന മാധ്യമത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കാണാൻ സാധിക്കുക, ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തുക. അത് ആളുകൾ കാണുന്നതുകൊണ്ട് നമുക്ക് പൈസ കിട്ടുന്നു എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാനിതിനെ വീഡിയോ എടുത്ത് ട്രെൻഡിങ് ആക്കുന്നു അല്ലെങ്കിൽ വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിക്കുന്നു അങ്ങനെ ഒന്നുമല്ല. വളരെ നല്ല മനസ്സോടുകൂടി ആർക്കെങ്കിലും അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും അതുകൊണ്ടൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഈ ഒരു മാസത്തിനുള്ളിൽ ഞാൻ പോലും എൻ്റെ വീഡിയോ ഞാനൊരു 3 തവണ എടുത്ത് കണ്ടിരുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കടന്നു പോയത് ഏതൊക്കെ ഫേസുകളിലൂടെ ആയിരുന്നു എന്ന് വീണ്ടും ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് എത്രയും തവണ കാണുന്നുണ്ടെങ്കിൽ എനിക്കിനി ഒരു 40 വർഷം കഴിഞ്ഞ് എനിക്കിത് ഒന്നുകൂടെ കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുന്ന, മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്രദമാകുന്ന ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെച്ചത് എന്തായാലും നല്ല കാര്യമല്ലേ. അതുകൊണ്ടാണ് യൂട്യൂബിലൂടെ അത് പബ്ലിഷ് ചെയ്തത്. അത് നെഗറ്റീവിനേക്കാൾ കൂടുതൽ പോസിറ്റീവായിട്ടുള്ളതാണ് ആളുകൾ സ്വീകരിച്ചത്. അതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രസവ വീഡിയോ വ്ളോഗ് ചെയ്ത് ട്രെൻഡിങ് ആക്കണം അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. നല്ലൊരു കാര്യത്തിന് വേണ്ടി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് പേര്, ഞാൻ ഇതിന് മുൻപത്തെ വീഡിയോയിൽ നോർമൽ ഡെലിവറി അല്ല C-സെക്ഷനാണ് ചൂസ് ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, എന്തായിരുന്നു എക്സ്പീരിയൻസ് എന്നുള്ള ഒരു 100 കമൻറ്റെങ്കിലും ഉണ്ടായിരുന്നു. അത് കമൻ്റ് എന്നുള്ളതല്ല പറയണ്ടേ, എല്ലാവരും എന്നെ ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടായിരുന്നു. അതായത് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അനുഭവിച്ചോളും, അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് അറിഞ്ഞോളും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. ആക്ച്വലി സ്പീക്കിംഗ്, ഞാൻ കണ്ട ആകെയുള്ള നെഗറ്റീവ് കമൻ്റ് എന്ന് പറയുന്നതും അത് തന്നെയായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയട്ടെ, ഇത് തീർത്തും എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ്. എനിക്ക് വളരെ പ്ലഷറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു സിസേറിയൻ എന്ന് പറയുന്നത്. ഈ എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ച അടുത്ത ദിവസം എഴുന്നേറ്റ് നടക്കുമ്പോഴത്തേക്ക് നടക്കാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് വേദനയായിരിക്കും, ഞാൻ കിടന്ന് കരയുമെന്നൊന്നും പറഞ്ഞ അത്തരത്തിലുള്ള ഒരു അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇതിനെക്കുറിച്ച് വളരെ വിശദീകരിച്ചൊരു വീഡിയോ ഇടുന്നുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് വേദന ഉണ്ടാകാതിരുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ C-സെക്ഷൻ ചൂസ് ചെയ്തത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദീകരിച്ചൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അത് എൻ്റെ ലാസ്റ്റ് ചെക്കപ്പും കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ കംപ്ലീറ്റ്ലി ഹെൽത്തിയാണ്, ഓക്കെ ആണ് എന്നറിഞ്ഞതിന് ശേഷം ആ വീഡിയോ പറയാം. സോഫാർ സിസേറിയൻ കഴിഞ്ഞ 3 ആഴ്ച കഴിഞ്ഞു. ഞാൻ എൻ്റെ ആയുർവേദ പോസ്റ്റ് നേറ്റൽ ട്രീറ്റ്മെൻറ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണെങ്കിലും ഇപ്പോൾ എല്ലായിടവും ഒക്കെ വളരെ ഓക്കെ ആയിട്ടുണ്ട്, പെയിനൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് തന്നെ കണ്ടറിയാലോ, ഞാൻ എന്നെ എഴുന്നേറ്റ് ഓടിച്ചാടി കിടക്കുന്ന സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട്. ആകെയുള്ളൊരു വിഷമം എന്ന് പറയുന്നത്, ഇപ്പോഴും ഒരു 4 മാസം ഗർഭിണിയെ പോലെയാണ് വയറിരിക്കുന്നത്. ഇനി ഇതിനെ എങ്ങനെ ഞാൻ ഉള്ളിലേക്ക് കയറ്റും എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇൻ്റർവ്യൂസ് ഇല്ലാത്ത ദിവസങ്ങൾ, അതായത് കഴിഞ്ഞ ഒരു നിയർലി ഇപ്പോൾ ഒരു 20 ദിവസമായിട്ടുള്ളൂ ഞാൻ ഇൻ്റർവ്യൂവിൽ നിന്ന് മാറി നിന്നിട്ട്. കാരണം ഡെലിവറിയുടെ തലേ ദിവസവും കൂടെ ഞാനൊരു ഇൻ്റർവ്യൂ എടുത്തിട്ടാണ് ഡെലിവറിക്ക് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഡെലിവറിയുടെ അന്നും വ്ളോഗൊക്കെ എടുത്ത് ആഘോഷമാക്കിയായിരുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂസ് ഒന്ന് മാറിയിരിക്കാൻ തുടങ്ങിയിട്ട് ഹാർഡ്ലി 3 വീക്സ് ആയിട്ടുള്ളൂ. അത് ബോറടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഭയങ്കര ടെൻഷനാണ്. ഞാനിപ്പോൾ കാര്യം 10,500 ഇൻ്റർവ്യൂസ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ റെഡി, ക്യാമറ, റോളിങ്, ആക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യും കാലും മറയ്ക്കുന്ന ആളാണ് ഞാൻ ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ടെൻഷനൊന്നും ഇല്ലല്ലോ, കജലെല്ലാം നോക്കി നടത്തിക്കോളുമല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാറില്ല, അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാറില്ല. പക്ഷേ ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം തിരിച്ച് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
അപ്പം അത് മോസ്റ്റ് പ്രോബബ്ലി ഒരു 90 ദിവസം മാറി നിൽക്കണം എന്നുള്ളതാണ്. എങ്ങനെയാണ് അത് പ്രാക്ടിക്കൽ ആവുക, അല്ലെങ്കിൽ 90 100 ആവോ 120 ആവോ എന്നൊന്നും എനിക്കറിയില്ല. നിലവിൽ ഏതായാലും ഈ വർഷം 2025 ഇനിയിപ്പോൾ ഞാൻ പൊതുവെ അങ്ങനെ ഭയങ്കര ഇൻ്റർവ്യൂസിൽ ആക്റ്റീവ് ആകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. 2026 ഇതിലേക്ക് തിരിച്ച് ചെറിയ ചെറിയ രീതിയിലൊക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ സമയത്തേക്ക് നിങ്ങളൊന്നും എൻ്റെ പേര് വെട്ടരുത്, അങ്ങനെ ഒരു റിക്വസ്റ്റ് കൂടെ എനിക്കുണ്ട്. ഒരു സാധാരണ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ദിവസവും ഇപ്പോഴത്തെ ഒരു ദിവസവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളൊരു ചോദ്യം ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ രണ്ടിലും ഉറങ്ങുന്ന സമയത്തിന് ഒരു വ്യത്യാസം വന്നിട്ടില്ല. പണ്ടായിരുന്നപ്പോഴും ഞാൻ 2 മണിക്കും 3 മണിക്കൊക്കെ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പൊ 2 മണിക്കും 3 മണിക്കും ഉറങ്ങാറില്ല. അത് പിന്നെ അങ്ങോട്ട് വൈകി 5 മണി 6 മണി നേരം വെളുത്തൊക്കെയാണ് ഉറങ്ങുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാവ വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ പണ്ട് 2 മണി വരെയും 3 മണി വരെയും ഞാൻ ഇൻസ്റ്റഗ്രാമും മൊബൈൽ ഫോണും സ്ക്രോളിങ്ങും ഒക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാവ എഴുന്നേക്കുന്നു, വാവ കരയുന്നു, വാവയ്ക്ക് പാല് കുടിക്കണം, വാവയ്ക്ക് അപ്പിയിടണം, വാവയ്ക്ക് മൂത്രമൊഴിക്കണം, ഇത് മാത്രമാണ് നടക്കുന്നത്. ഈ കാര്യങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് ഷിഫ്റ്റ് ഉണ്ടായി. പണ്ട് മൊബൈലിൽ എന്ന് പറയുന്ന ഒരു ഗാഡ്ജറ്റ് ഫ്രീക്കായിരുന്നു ഞാൻ. ഇപ്പം മൊബൈൽ എന്ന് പറയുന്നത് കഴിഞ്ഞ 22 ദിവസമായിട്ട് സൈലന്റ് മോഡിൽ മാത്രമാണ് ഇരിക്കുന്നത്. ഫോണിൽ ആരും വിളിച്ചാൽ എടുക്കാറില്ല, ഫോൺ നോക്കാൻ സമയം കിട്ടാറില്ല. വന്ന മെസ്സേജുകൾക്ക് വാവ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കൺഗ്രാജുലേഷൻസ് വന്ന മെസ്സേജുകൾക്ക് പോലും ഒരു മറുപടി കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മളെ സ്വയം നോക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മളെ സ്വയം പാമ്പർ ചെയ്യാനുള്ള സമയം കിട്ടാറുണ്ടോ എന്നുള്ളത്, ഇത് ലോകത്തെ ഏത് അമ്മയോട് ചോദിച്ചാലും ഒറ്റ ഉത്തരമായിരിക്കും, അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല, അതവർ ആഗ്രഹിക്കാറുമില്ല എന്നുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന ഒരാൾ ഇവിടെ ഇരിക്കുകയല്ലേ, അപ്പൊ അയാളെ നോക്കുക, അയാളെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാൻ എങ്ങനെ ഇരിക്കുന്നെന്നോ, ഞാൻ എങ്ങനെ നടക്കുന്നെന്നോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ എന്നെ കണ്ടാൽ തന്നെ അറിയാം, ഞാനൊന്ന് ത്രെഡ് ചെയ്തിട്ട് മാസങ്ങളായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് എടുത്തിട്ട് മാസങ്ങളായി. പണ്ടൊക്കെ ഗ്ലൂട്ടത്തൈണിനെ കുറിച്ചൊക്കെ PRP ട്രീറ്റ്മെന്റിനെ കുറിച്ചും ബൊട്ടോക്സിനെ കുറിച്ചൊക്കെ വാതരാതെ സംസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ കഴിഞ്ഞ ഒരു 5-8 മാസമായിട്ട് അതൊക്കെ എന്താണെന്ന് പോലും ആലോചിക്കാറില്ല. എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും ഇങ്ങനെ പല പല കോസ്മെറ്റിക് കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും ഇതൊക്കെ ഏത് ലോകത്ത് നടക്കുന്ന കാര്യം, ഇതൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ലല്ലോ എന്ന് മാറിയിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ മാറിപ്പോയ ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ സെൽഫ് കെയർ ട്രീറ്റ്മെൻ്റ് എന്നും, അല്ലെങ്കിൽ കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റുകളെന്നും, സൗന്ദര്യം എന്ന് പറയുന്ന കാര്യത്തിലേക്കേ ഞാൻ നോക്കാറില്ല. അപ്പോൾ ഇപ്പം കമൻറ്റ് വരികയായിരിക്കും അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ലെന്ന്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ അതിലൊന്നും ബോധേഡല്ല. ഒരു ഐ ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ അതേ സമയത്ത് സെയിം ടൈം ഞാൻ കൊച്ചിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ ആലോചിക്കാറുണ്ട്. കാര്യം 20 ദിവസമായിട്ടുള്ളൂ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് കമ്മലിട്ട് കഴിയുമ്പോൾ ഏത് തരം കമ്മൽ വാങ്ങിക്കണം, ഏത് തരം വള വാങ്ങണം, ഏത് തരം മാല വാങ്ങണം എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഭർത്താക്കന്മാർ അച്ഛന്മാരാകുമ്പോൾ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും വലിയ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത്. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്. ഇപ്പം ഒരുപക്ഷെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. എല്ലാവരും അച്ഛനും അമ്മയും സഹായിക്കാനുള്ള ആൾക്കാരും എല്ലാവരും ഉള്ളതുകൊണ്ടായിരിക്കും ജീവൻ ഒരു ചിൽ ഫാദറാണ്. അവനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് എടുത്ത് നോക്കുക, ഓക്കെ അല്ലേ എന്ന് നോക്കുക, തിരിച്ചു പോവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു റോള്, അല്ലെങ്കിൽ ഒരു രീതി എന്ന് പറയുന്നത്. ബിക്കോസ് ജീവൻ അത്ര സ്ട്രെസ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇത്രയും എല്ലാവരും കൂടെ നോക്കാനുള്ളതില്ല, ആകെ ഇത്രയേ ഉള്ളൂ ആ സാധനം എന്ന് പറയുന്നത്. അതിനെ രാത്രി നോക്കാൻ ആൾക്കാരുണ്ട്, രാവിലെ നോക്കാൻ ആൾക്കാരുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് നിന്നിട്ട് ഹലോ ഞാൻ അച്ഛനാണ് അതുകൊണ്ടൊന്ന് എടുക്കട്ടെ എന്നുള്ള ലൈനിൽ നിൽക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ജീവൻ അങ്ങനെ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങനെ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ആ പഴയ പോലത്തെ ആൾ തന്നെയാണ്, വളരെ ചില്ലായിട്ടുള്ള ആളാണ്. അതിൻ്റെ കൂടെ ഒരു പനിയും കൂടെ വന്നു. അപ്പോൾ പനിയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങോട്ട് അടുപ്പിക്കില്ലല്ലോ, ആ മുറിയിലേക്കേ വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഒരു തക്കമായിട്ട് എടുത്ത്, പനിയാണല്ലോ അവയെ കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വീഡിയോ കോളിൽ കണ്ടോളാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന ഒരു ചിൽ ഫാദറാണ്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിനകത്ത് വിഷമമൊക്കെ ഉണ്ട് കേട്ടോ പുള്ളിക്ക്. കാരണം ഒന്നും എടുക്കാനൊന്നും പറ്റുന്നില്ല. കാരണം ഇങ്ങനെ എന്ത് പറഞ്ഞാലും ഞാൻ പറയും പറ്റില്ല, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ അനുഭവിക്കേണ്ടി വരുമെന്ന്. ഒരു ചെറിയ ജലദോഷം ഭാവിക്ക് വന്നതിൻ്റെ പേരിൽ ഞാൻ എത്ര ദിവസമായെന്നറിയോ സഫർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങ് അടുപ്പിക്കാറില്ല. പക്ഷേ ജീവൻ അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫുഡ് ഹാബിറ്റുകളിൽ എന്തെങ്കിലും വ്യത്യാസം വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ ഇപ്പം തിന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരവസ്ഥയാണ്. അതായത് ഓരോന്ന് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ അമ്മ ഓരോന്ന് കൊണ്ടുവരും. അപ്പം ഞാൻ പറയും ഇങ്ങനെ ഭക്ഷണം കഴിപ്പിച്ച് വെറുപ്പിക്കല്ലേ എന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞാലും എന്നോട് പറയും കൊച്ചിന് പാലുണ്ടാവണ്ടേ, ഇത് കഴിക്കുക അത് കഴിക്കുമെന്ന് പറയും. എന്ത് ഭക്ഷണം പറഞ്ഞാലും ഇത് തന്നെ പറയുന്നത്. ഏത്തപ്പഴം പുഴുങ്ങൽ, അപ്പോൾ പറയും പാലുണ്ടാവാനാന്ന് പറയും.
ആട്ടുംപാല്, അതും ആ പാല് ഞാൻ കുടിച്ചാലേ എനിക്ക് പറഞ്ഞിടാവുള്ളൂ എന്ന് പറയും. അത് കഴിഞ്ഞ് ചോറിൻ്റെ കൂടെ ആണെങ്കിൽ മറ്റേ മുരിങ്ങയില, മല്ലിയില, അല്ല മുരിങ്ങയില, ജീരയില, മറ്റേല, മറിച്ചയില എല്ലാ ഇലകളും ഉണ്ട്, അതും പാലുണ്ടാവാനാന്ന് പറയും. എന്താണെങ്കിലും എന്ത് പറഞ്ഞാലും ഇങ്ങനെ കുട്ടിയുടെ പേര് പറയുമ്പോഴത്തേക്കും നമ്മളങ്ങ് അനുസരിക്കും എന്നുള്ളത് കൊണ്ട് 24 മണിക്കൂറും ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ വീട്ടുകാരുടെ പ്രധാന ഹോബി, അല്ലെങ്കിൽ ഒരു പ്രധാന ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത്. അത് ഈ പേര് പറയുമ്പോൾ ഞാൻ കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരു 8 നേരം 10 നേരമൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പണ്ട് ഞാൻ അങ്ങനെ ഭയങ്കര ഫുഡ് ആയിട്ടുള്ള ആളൊന്നും അല്ല. അത്യാവശ്യം വിശപ്പിന് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ജങ്ക് ഫുഡ് കഴിക്കുക എന്നൊക്കെ ആഗ്രഹമുള്ള ആളായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഫുൾ ടൈം മറ്റേ നാടൻ ഫുഡ്, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ, പാലുണ്ടാവാനുള്ള ഭക്ഷണങ്ങൾ, ഇത് മാത്രമാണ് കഴിക്കുന്നത്. ഈ മദർഹുഡ് എന്ന് പറയുന്ന ഫീലിംഗ് നമ്മളെ എന്താണ് പഠിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള അതിനെ ഒരു കാര്യങ്ങളൊന്നും പറയാനുള്ള ഒരു സിറ്റുവേഷനിലേക്കൊന്നും ഞാൻ ആയിട്ടില്ല. ഈ പറഞ്ഞ പോലെ 3 ആഴ്ചയായിട്ടുള്ളൂ വന്നിട്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എല്ലാ കാലത്തും പറയുമായിരുന്നു, ഈ കുട്ടി എന്ന് പറയുന്നത് എൻ്റെ ലോകമായിട്ട് ഇത് മാത്രമേ ഉള്ളൂ ലോകം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കില്ല, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇൻവോൾവ് ആകണം എന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ ഞാൻ ഓരോ ദിവസം കടന്നു പോകുന്നവരും ഞാൻ മനസ്സിലാക്കുന്നത്, ഈ വാവ ഒന്ന് കരയുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാകുന്നു എന്ന് തോന്നുമ്പോഴത്തേക്കും നമ്മളുടെ മനസ്സ് ഭയങ്കരമായിട്ട് വറീഡാവുകയാണ്. അയ്യോ എന്താണ് സംഭവിക്കുന്നത്, അല്ലെ കുഞ്ഞ് കരയുന്ന, എല്ലാവരും പറയുമല്ലോ കുട്ടി കരയുന്നതൊക്കെ സ്വാഭാവികമാണ്, അത് കരയട്ടെ എന്ന്. ഇങ്ങനെ തന്നെ ഞാനും പറയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്ന് കുഞ്ഞ് കരഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര നെഞ്ചുവേദനയാണ്. ഇത് എന്തിനായിരിക്കും കരയുന്നത്, പാല് കിട്ടാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡയപ്പർ നനഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണോ, എന്തെങ്കിലും അസുഖം ഉണ്ടോ, ഇങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള കൺസേൺസിലേക്ക് മാറി. അപ്പം എനിക്ക് തോന്നുന്നു ഒരമ്മയായി കഴിയുമ്പോഴത്തേക്കും എല്ലാവരുടെയും എന്താ പറയുക, ഹോർമോണൽ ചേഞ്ചസ് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാറ്റങ്ങളാണോ എന്നറിയില്ല, ഭയങ്കരമായിട്ട് നമ്മളങ്ങ് മാറും. നമ്മുടെ പ്രയോറിറ്റീസ് ചേഞ്ച് ചെയ്യും. നമുക്കല്ല എല്ലാ കാര്യങ്ങളും നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് നടക്കട്ടെ എന്ന് ചിന്തിക്കും. പണ്ട് ഈ കഥകളൊക്കെ വായിക്കുമ്പോഴത്തേക്കും അമ്മ കഴിച്ചില്ലെങ്കിലും കൊച്ചിനെ കൊണ്ട് കൊടുക്കുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാനിങ്ങനെ മനസ്സിൽ പറയും, പിന്നെ തേങ്ങ നടക്കണ കാര്യമല്ല എന്ന് പറയും. പക്ഷെ അതൊക്കെ സത്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ പണ്ടൊക്കെ എനിക്ക് പേഷ്യൻസ് എന്ന് പറയുന്ന ഒട്ടും ഇല്ലാത്ത ആളായിരുന്നു. പക്ഷെ ഇപ്പം നന്നായി ക്ഷമ പഠിച്ചു. ഇതിങ്ങനെ 3, 4, 5 മണിക്കൂർ വാവ ഇങ്ങനെ എഴുന്നേറ്റ് ഒറ്റ ഇരിപ്പിരിക്കുകയും തുടർച്ചയായിട്ട് ദേഷ്യപ്പെടുകയും കരഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനോട് തിരിച്ച് ദേഷ്യപ്പെടാനല്ലല്ലോ തോന്നുന്നത്. നമുക്ക് നമ്മൾ ക്ഷമയോടുകൂടി എങ്ങനെയാണ് ഒന്ന് കംഫർട്ട് ആക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ ചോദിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയില്ല. ഒരെണ്ണം അങ്ങ് കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണം എന്ന് പറയുന്നത് പോലും മാറി തുടങ്ങിയിട്ടില്ല. അതിന് മുൻപ് അടുത്ത കുഞ്ഞ് എപ്പോഴാണ് എന്നുള്ള ചോദ്യം. പക്ഷേ പലരും പറയില്ലേ, അതായത് ഒരു സിസേറിയൻ്റെ വേദന അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നെ ഞാൻ ഈ പരിപാടി നിർത്തുവാണ്, എനിക്കിനി പറ്റൂല ഇതിലൂടെ കടന്നു പോകാമെന്ന്. അങ്ങനെ ഞാൻ സത്യത്തിൽ പറയില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ പ്രഗ്നൻസിയുടെ 9 മാസവും അതിനുശേഷം ഡെലിവറി ദിവസങ്ങൾ ഇതെല്ലാം എനിക്ക് ഭയങ്കര സന്തോഷകരമായ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാത്ത സമയങ്ങളായിരുന്നു. ഞാൻ എങ്ങനെയായിരുന്നു അതിന് മുൻപുണ്ടായിരുന്നത് അതുപോലെ തന്നെ കൊണ്ടുപോയ സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാരണങ്ങൾ കൊണ്ട് ഞാനിങ്ങനെ ഇനി ഞാൻ പ്രസവിക്കില്ല, എനിക്ക് പരിപാടി മതിയായി എന്ന് പറയുന്ന ആളല്ല. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കാം എന്ന് പറയുന്ന ആളാണ്. പിന്നെ സി സെക്ഷനൊക്കെ ആയതുകൊണ്ട് എല്ലാവരും അഡ്വൈസ് ചെയ്യും 2 വർഷത്തേക്ക് ഇനി അതിനെക്കുറിച്ച് ആലോചിക്കാനേ പാടില്ല. ബിക്കോസ് ഇത്രയും വലിയ നമുക്ക് വൂണ്ടൊക്കെ ഉണ്ടായി അത് ഹീൽ ചെയ്ത് വന്നിരിക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏതായാലും 2 വർഷത്തേക്ക് അങ്ങനെ ഒരു ആലോചനയേ ഇല്ല. അതിനിടയിൽ എന്തെങ്കിലും ഉണ്ടായിപ്പോയാൽ ഇപ്പം എന്ത് പറയാൻ പറ്റും, ഒന്നും പറയാനും പറ്റില്ല, അത്രയേ ഉള്ളൂ. കൊച്ചിന് പേരിട്ടോ എന്നുള്ള ചോദ്യം വന്നിരുന്നു. കൊച്ചിൻ്റെ പേര് ഞാൻ ആദ്യം വിചാരിച്ചു 28-ന് പേരിടാം എന്ന് വിചാരിച്ചിരുന്നു. ഇപ്പോൾ 28, ഇപ്പോൾ ഓൾറെഡി 10-24 ദിവസമായി കൊച്ചുണ്ടായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ 28 പെട്ടെന്ന് നടപടിയാവില്ല. അതുകൊണ്ട് ഞാനത് 56-ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് പേരിടാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് പറയട്ടെ, ഞാൻ കുഞ്ഞിനൊരു പേര് വേണം, നിങ്ങൾ സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചതിന് എൻ്റെ യൂട്യൂബിൻ്റെ ആ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എല്ലായിടത്തും മെസ്സേജസ് ഫ്ലഡഡ് വിത്ത് മെസ്സേജസ് ആണ് ആക്ച്വലി. അത്രമാത്രം പേരുകൾ, അത്രമാത്രം ആളുകളുടെ മെസ്സേജുകൾ, അതും ഒരാൾ തന്നെ 10-15 പേരൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ എൻ്റെ വാട്സാപ്പിലോ കേട്ടോ, കാരണം കുറേ പേര് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു. ഇത്രയും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. ഇത്രയും ആളുകൾ അതിനെ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കും, ഇത്രമാത്രം സജഷൻസ് തരുമെന്ന് ഞാൻ ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിലുള്ള പേരുകൾ. അതിൽ ചില പേരുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ പേരിടാൻ നമുക്കൊരു 56 വരെ കാത്തിരിക്കാം അല്ലേ? നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ വീഡിയോ ഒറ്റ സ്ട്രെച്ചിലെടുത്ത വീഡിയോ ആണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഈ വീഡിയോ ഒരു 10 പോസ് ഇട്ടിട്ട് എടുത്ത വീഡിയോ ആണ്. കാരണം അതിനിടയ്ക്ക് 10 തവണ എനിക്ക് വാവയുടെ അടുത്ത് പോകേണ്ടി വരുന്നു, അല്ലെങ്കിൽ വാവയുടെ കരച്ചിൽ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ നിർത്തേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തെടുത്ത
ഒരു കൊച്ചു വീഡിയോ ആണിത്. അതിനകത്ത് ഞാൻ പെട്ടെന്ന് കണ്ട കുറച്ച് ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും തരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ ചോദിച്ച ചോദ്യങ്ങൾ ഉണ്ടാകും. പക്ഷെ സത്യമായിട്ട് എനിക്കതൊന്നും കാണാനുള്ള സമയം കിട്ടിയിട്ടില്ല. പെട്ടെന്ന് കണ്ടു കിട്ടിയ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്നെ കൊണ്ട് പറ്റുന്ന സമയത്ത്, പണ്ട് പറഞ്ഞ പോലെ ചടപെട്ടേ മഴ പെയ്യണ പോലെ ഒന്നും വീഡിയോ ഇടാനൊന്നും പറ്റത്തില്ല, എന്നാലും പറ്റുന്ന പോലെയൊക്കെയുള്ള സമയത്ത് വീഡിയോ ഇടുമ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഏതായാലും അങ്ങനെ ഈ 10 മിനിറ്റ് വീഡിയോ, കഴിഞ്ഞ 45 മിനിറ്റ് കൊണ്ട് എടുത്ത ഈ 10 മിനിറ്റ് വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വിശേഷമായിട്ട്, മറ്റൊരു വീഡിയോ ആയിട്ട്, മോസ്റ്റ് പ്രോബബിളി അവയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.